നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിൽ വിരമിക്കുന്ന അംഗനവാടി ടീച്ചറിന് സ്നേഹാർദ്രമായ യാത്രയയപ്പ് നൽകി നാട്ടുകാരും കുട്ടികളും. അരൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന 9-ാം നമ്പർ അംഗനവാടിയിലെ ടീച്ചർ KV ഫിലോമിനയ്ക്കാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകപ്പെട്ടത്. അംഗനവാടി അങ്കണത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ വാർഡ് മെമ്പർ എലിസബത്ത് സേവ്യർ അധ്യക്ഷത വഹിച്ചു. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി അതിനും കൂടി ശ്രമിക്കുമ്പോൾ അംഗൻവാടിയിൽ ഒരു കുട്ടികളെ പഠിപ്പിച്ച് വെറുതെ പോകുക എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ജോലിഭാരം വളരെ കൂടുതലാണ്. പക്ഷെ ഫിലോമിന ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് വരിക. എല്ലാ കാര്യങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ടീച്ചർ ഇരിക്കും. അപ്പോൾ ആ ഒരു ചിരിയിൽ ടീച്ചറിൻ്റെ ജോലി ഭാരം നമ്മളെ അറിയിക്കാത്ത രീതിയിൽ പല മീറ്റിങ്ങുകളിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ വലുതായി വരുമ്പോൾ അവർ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ ചിലരൊക്കെ മറന്നുപോയേക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ ഓർമ്മിപ്പിക്കുക. നിങ്ങളെ കുഞ്ഞിലേ തന്നെ അംഗൻവാടിയിൽ പഠിപ്പിക്കുമ്പോൾ അറിയാമല്ലോ, വെറും അക്ഷരം പഠിപ്പിക്കുകയോ മാത്രമല്ല, അവരുടെ രൂപീകരണത്തിലെ ചെറിയ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന നന്മകളും പാട്ടുകളിലൂടെയും കഥകളിലൂടെയൊക്കെ ഇവർ പഠിപ്പിച്ചു തന്നതൊക്കെയാണ് വലുതായി വരുമ്പോൾ അവരുടെ മനസ്സിൽ നന്മയുടെ വിത്തുകളായി കിടക്കുകയും വളർന്ന് വലിയ വരമാകുകയും ചെയ്യുക. തുടർന്ന് ഫിലോമിന ടീച്ചറിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സംഘാടക സമിതിയിൽ മുഖ്യസ്ഥാനം വഹിച്ച മുൻ വാർഡ് മെമ്പർ KA ജോളി സ്വാഗതം ആശംസിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S വിജയകുമാരി ഉപഹാര സമർപ്പണം നടത്തി. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ TP മോഹനൻ, KA സജീവൻ, MT ബിജു, ജൂഡി മിൽട്ടൺ, സെൽമ ടീച്ചർ, CP പുരുഷൻ, ശ്രീജ ശ്രീകുമാർ, പുഷ്പ രാജീവ് തുടങ്ങിയവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി. യാത്രയയപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഫിലോമിന ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. ശാലിനി ബിജു സമ്മേളനത്തിൻ്റെ ഔപചാരിക ചടങ്ങായ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. തുടർന്ന് അംഗനവാടിയിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു.